ഹലോ, എന്ത് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ അല്ലേ? അപ്പൊ ഇന്ന് നമ്മളൊരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നാണ് കേട്ടാ. വേറെ ഒന്നുമല്ല, ചൂട. ഇത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടമ്മ? അമ്മയാണ് ക്യാമറ ഓടിക്കുന്നത്. പേരുണ്ടമ്മ? ചൂടാന്നാ പറയാ. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്ത്? ചിലര് നെത്തിലി എന്ന് പറയും. നത്തിലി, നത്തോലി. നെത്തിലി എന്ന് പറയും. നത്തിലി. അപ്പൊ നിങ്ങളുടെ നാട്ടില് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പറയാ ഇതിന്റെ പേരെന്താന്ന്. അപ്പൊ ഇന്ന് ഇത് കറി വെക്കുന്ന ഒരു വീഡിയോ ആണ്. കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്പെഷ്യൽ ആയിട്ടൊന്നല്ല, അത് നിങ്ങൾ കാണാം, അപ്പൊ മനസ്സിലാവും. വേറൊരു രീതിക്കാണ് വെക്കണത്. ഉമ്മയും ഞാനും ചേർന്നിട്ടാണ് വെക്കണത്. അപ്പൊ വീഡിയോയിലോട്ട് പോയാലോ? അധികം സംസാരിക്കുന്നില്ല, വീഡിയോയിലോട്ട് കിടക്കാം. ബായ്. അപ്പൊ നമുക്ക് ആദ്യം അടുപ്പ് കത്തിച്ച് ചട്ടി നന്നായിട്ട് ചൂടാവട്ടെ അല്ലേ മാ? അപ്പൊ കല്ലൊക്കെ നല്ലതുപോലെ ചൂടായിട്ട് അതിലത്തെ വെള്ളമൊക്കെ വറ്റി പോണം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അടുത്ത് നമുക്ക് ഇതിലോട്ട് എന്താ ഇട്ടുണ്ടമ്മ? വെളിച്ചെണ്ണ ഒഴിക്കണ. അടുത്ത് നമുക്ക് ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കണം. അമ്മ എന്നാ ഒഴിച്ചോളൂ. ഇതിലോട്ട് വെളിച്ചെണ്ണ കല്ല് ചൂടായി പഴുത്ത് വെക്കണ്ട കേട്ടാ. ആവശ്യത്തിനുള്ള എണ്ണ. അപ്പൊ നമ്മൾ എണ്ണ വെച്ച് നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ നമ്മൾ കുക്കിംഗ് വീഡിയോ ഒന്നും അങ്ങനെ അധികമായിട്ട് ഇടാറില്ല. ഇന്നാണൊന്ന് ഇട്ടേ. പിന്നെ ഇന്നാളെ ഒരു ദിവസം നമ്മളൊരു ഷോർട്സിൽ ഒരു നൂലപ്പം ആട്ടമാവ് കൊണ്ട് ഉണ്ടാക്കണുണ്ട്. അപ്പൊ ഒരുപാട് പേര് ചോദിച്ചു അതിന്റെ ഒരു വീഡിയോ ഇടാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട്. ഇൻഷാല്ലാ ഈ കുക്കിംഗ് വീഡിയോ നിങ്ങൾ ഇത് കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാട്ടാ. നേരെ പരിപാടിയിലോട്ട് പോവാം. എന്താണ് വേണ്ടത്? കടുക് ആവശ്യത്തിന്, ഒരു ടീസ്പൂൺ കടുക്, ഒരു ടീസ്പൂൺ ഉലുവ. അമ്മ പറഞ്ഞോ, സംസാരിച്ചോ? അതെന്താണ്? വലിയ ജീരകം ഒരു ടീസ്പൂണ്, ചെറിയ ജീരകം ഒരു ടീസ്പൂണ്. എല്ലാം എണ്ണയില് കിടന്നിട്ട് നല്ല പോലെ പൊട്ടുണ്ട്. ഇടയില് മേത്തും പൊട്ടുന്നുണ്ട്. അടുത്തത് പറഞ്ഞമ്മ. ചെറിയുള്ളി എന്തോരം? ചെറിയുള്ളി ഒരു 5-10 5-10 വലിയത് നോക്കി ഒരു 10-15 ചെറിയുള്ളി. അപ്പൊ നമ്മള് ചെറിയുള്ളി ഇട്ടു. അല്ല, അതിന് മുന്നേ വന്നിട്ട് ജീരകം, ബന്ധകം, ഉലുവ, അതിന്റെ മുന്നേ കടുക്, ചെറിയ ജീരകം, വലിയ ജീരകം, ചെറിയുള്ളി. ഇനി നമ്മള് വേപ്പിന്റെ ഇല ഇടാം. വേപ്പിന്റെ ഇല നല്ലതുപോലെ മിക്സ് ആവും. ഇനി നമ്മള് ഒരു 3 പച്ചമുളക് കീറി വെച്ചത്. 3 പച്ചമുളക്. നമ്മള് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2-3 ഇല്ലി വെളുത്തുള്ളി. പിന്നെ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾ അവസാനം പറയരുത് ഇത് നമ്മുടെ വീട്ടിൽ എന്നും ഉണ്ടാക്കുന്നതാണെന്നൊന്നും. നമ്മുടെ സ്റ്റൈലിൽ ഉമ്മ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടാ, കറിയാണ് അത്. ഇന്നൊരു വേറെ നിങ്ങൾ ലാസ്റ്റ് കാണാൻ മനസ്സിലാവും ഇത് എന്ത് കറിയാന്നുള്ളത്. അപ്പൊ അതുപോലെ ഉണ്ടാക്കാണ്. അപ്പൊ നിങ്ങൾ നോക്കാം. അവരുണ്ടാക്കുമായിരിക്കും അല്ലേ? അല്ല, നമ്മള് ചൂട മുളകിട്ട് വെക്കാൻ പറഞ്ഞപ്പോ മോൻ പറഞ്ഞു ഉമ്മ നമുക്കൊരു വീഡിയോ എടുക്കാം. എന്നാ പിന്നെ എടുത്തോളൂന്ന് പറഞ്ഞിട്ട് എല്ലാവരും കറി വെക്കാനല്ലേ. നമ്മള് സ്പെഷ്യലായിട്ടൊന്നുമില്ല, എല്ലാവരും ഇതിലും വെച്ച് നല്ല ഭംഗിയായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് വെക്കും. നമ്മളിതേക്ക് തക്കാളി എത്ര ഉണ്ടാവും? ഒരെണ്ണം. മീൻ എന്തോരം ഉണ്ടാവും? മീൻ 1/2 കിലോന്നൊന്നുമില്ല. 1/2 കിലോ ഇല്ലേ? കുറച്ചുള്ളൂ അല്ലേ? ചിലപ്പോ 1/2 കിലോ ഉണ്ടാവും. എന്താ ഉപ്പ തരുന്ന കാരണം നോക്കില്ല. ആര് തന്നല്ലേ, നമുക്ക് അത് എത്രന്ന് അറിയില്ലല്ലോ. പിന്നെ നമ്മൾ ഈ കുക്കിംഗ് വീഡിയോ എന്ന് പറയുമ്പോഴില്ലേ, ആദ്യമായിട്ട് നമ്മൾ യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ പരീക്ഷിച്ച് നോക്കിയതാണ് ഈ കുക്കിംഗ് വീഡിയോ. ഇതിലാണ് നമ്മൾ നോക്കിയത്. പക്ഷെ എന്താ പറയാ, കുക്കിംഗ് അങ്ങോട്ട് കുറെ നല്ല വീഡിയോസ് ഒക്കെ കുറെ പേര് കണ്ടെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊന്നും ആരും അങ്ങനെ കണ്ടില്ലായിരുന്നു. അല്ല, നമ്മളൊരു പലഹാരമാണ്, ചായയുടെ കടിയാണ് കൂടുതലും, പലഹാരമാണ്. ഇടയ്ക്ക് തന്നെ ഇതൊക്കെ ചെയ്യുള്ളൂ. പിന്നെ അങ്ങനെ കുക്കിംഗ്, ബിരിയാണി, മീൻ കറി അങ്ങനെയൊക്കെ ഇട്ട് തുടങ്ങി. അപ്പൊ പിന്നെ പിന്നീടാണ് ആ കുക്കിംഗ് വീഡിയോ നമ്മൾ മാറ്റിയിട്ട് നമ്മൾ നല്ല ഷോർട്സും ലോങ് വീഡിയോസ് ഒക്കെ ആയിട്ട് വന്നേട്ടാ. ആദ്യം നമ്മൾ ഷോർട്സ് കുക്കിംഗ് തന്നെയായിരുന്നു. അതിലും നല്ല ലഡ്ഡു ഉണ്ടാക്കുന്ന വീഡിയോസ് ഒക്കെ അന്ന് ഒരുപാട് 1-2 ലക്ഷം പേര് ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഒത്തിരി നല്ലപോലെ ആൾക്കാർ കണ്ട അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. നല്ലതുപോലെ മിക്സ് ആക്കുന്നുണ്ട്. ഇനി എന്നിട്ടാ നമ്മൾ ഇടാൻ പോകുന്നത്? നമ്മൾ തീ കുറച്ചിട്ടാണ് ഇത് ചെയ്യണം.
സാധാ മുളക് പൊടി, സാധാ മുളക് പൊടി 2 ടീസ്പൂൺ, കാശ്മീർ മുളക് പൊടി, കാശ്മീർ ചില്ലി പൗഡർ കളറിന് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. കളറിന് വേണ്ടിട്ട് മാത്രമാണെന്ന് ഉമ്മ പറഞ്ഞേട്ടാ. അപ്പൊ എരിവൊന്നും ഉണ്ടാവില്ല തോന്നുന്നു കാശ്മീർ ചില്ലി പൗഡർ. ആവശ്യത്തിനുള്ള ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി ഇടില്ല, തനി കറി ചാറിന് വേണ്ടിട്ടേ. ഇതിട്ട് വന്നപ്പോ തന്നെ നല്ലതുപോലെ എന്താ പറയാ മൊത്തത്തിന്റെ ആ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. തരി വെള്ളം ഒഴിക്കണം. അതെ, കുറച്ച് വെള്ളം ഒഴിക്കണ്ട്. എന്താന്നാ മുളക് കരിയും. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമ്മള്. അല്ലെങ്കിൽ മുളകില്ലേ, മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ കരിഞ്ഞു പോകും. അപ്പൊ ഇത് ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഒന്നതോ നല്ല മണം വരുന്നേണ്ട. അപ്പൊ നമ്മുടെ മുളക് നല്ല മസാല കൂട്ടുകളൊക്കെ നല്ല പോലെ ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി. അതെന്നാ മുളക് ഇതിൽ കിടന്നിട്ട് ഒന്ന് താകണം. അടുത്തത് കുറച്ച് ഒരു നെല്ലിക്ക വലിപ്പത്തില് പുളി പിഴിഞ്ഞ് വെച്ചത്. അപ്പൊ നമ്മള് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട്. ഇപ്പൊ എന്താ പറയാ ചാറായി ഇല്ലേ? സത്യം പറഞ്ഞ ചാറായി കഴിഞ്ഞു. അപ്പൊ എന്റെ രീതിയില് ഞാൻ മുളക് ചാറ് ചൂട കൊണ്ടൊരു മുളക് കറി വെച്ചാണ്. ഇതിൽ എന്താ കുറവ് കൂടുതല് നിങ്ങൾ എങ്ങനെയാ വെക്കണ അതൊന്ന് കമ്പനിയിൽ കൂടി അറിയിക്കണം. മീൻ ഇട്ടിട്ടില്ലല്ലോ. മീനിടാ. അപ്പൊ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാണ് കേട്ടാ. ഇല്ലമ്മ ഇതിന് തിളച്ചതിന് ശേഷമാണ് നമ്മള് മീൻ ഇടുക. അപ്പൊ നമ്മളിത് ഒന്ന് തിളയ്ക്കാനുണ്ട്. തിളച്ചതിന് ശേഷം നമ്മൾ ഇതിലോട്ട് മീൻ ഇടും. അടിപൊളിയാണോ? സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ? എരിവുണ്ടോ? മീൻകറിക്ക് മുളക് കറി പറഞ്ഞ എരിവ് വേണം. അപ്പൊ തിളക്കട്ടെ അല്ലേ? ഇതിലേക്ക് ചൂട് അതിലിടുക, കുഴപ്പമൊന്നുമില്ല. ആണോ? ഒരു തിള വന്നിട്ടാണ് ഇടുക, സാരില്ല. മീൻ ഇടുന്നുണ്ട്. മീനൊന്നും കാണിച്ചു കൊടുത്തമ്മ. അല്ല മീന് ചൂട. നിങ്ങളുടെ നാട്ടിൽ തന്നെ നെത്തോലി എന്ന് പറയും. ചിലവര് എന്താ പറയാന്നറിയില്ല. നമ്മള് ചൂടാന്നാ പറയാ അല്ലേ? പക്ഷെ ഇത് സത്യം പറഞ്ഞ മുള്ളൊന്നും കളയേണ്ട ആവശ്യമില്ല, അങ്ങനെ എടുത്ത് കഴിക്കുന്നല്ലേ. അതെ. പിന്നെ ഇതില് അവിയല് വെക്കാം, നല്ല ടേസ്റ്റാ. അവിയല ഒരു ദിവസം വെക്കാം നമുക്ക് അവിയല് വെക്കുന്ന വീഡിയോസും കൂടി കിട്ടാലോ. ചൂടയില് അവിയല് വെക്കാം. അവിയല് വെച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. തേങ്ങ ഇപ്പൊ നിങ്ങൾ പറയും, നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് അവിയലും കൂടി വെക്കണമെന്നോ അങ്ങനെ കമന്റ് ഇട്ടാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിയലും കൂടി ചൂട കൊണ്ട് വെക്കാം. തേങ്ങ ഇട്ടിട്ടാ പച്ചക്കറി പോലെ തന്നെയാണോ? പച്ചക്കറി അവിയല് വെക്കുന്ന പോലെ തന്നെ നല്ല രസമുണ്ട്. അപ്പൊ നമ്മുടെ ചൂടക്കറി നമ്മളൊന്നിച്ചിട്ട് ചൂടൊക്കെ ഇട്ട് ഇനി നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ. കറിയൊക്കെ നല്ല ഭംഗിയില്ലേ, നല്ലതില്ലേ. അപ്പൊ നമുക്ക് ഈ വേപ്പലയും കൂടി ഒന്നിട്ടിട്ട് നല്ലപോലെ അടച്ചു വെച്ചിട്ട് വേകട്ടെ. അപ്പൊ നമുക്ക് അടച്ചു വെച്ചിട്ട് നല്ലപോലെ അങ്ങോട്ട് വെറ്റട്ടെ. തിളച്ച ശേഷം തുറന്നു വെച്ചാല് ഇതൊന്ന് വറ്റും. അപ്പൊ അത് എടുക്കുമ്പോ കാണാം അല്ലേ, തിളയ്ക്കുമ്പോ. ശരി. അപ്പൊ ഉമ്മയുടെ വിളിപ്രകാരം സാധനം ഒരു 5 മിനിറ്റ് ഒക്കെ വെച്ചോളൂ. അപ്പോഴേക്ക് നല്ലതുപോലെ തിളച്ചു. അപ്പൊ നമുക്ക് എന്താ അവസ്ഥ നോക്കാം കേട്ടാ. നോക്കിയ തിളച്ചം മാറിയണ കണ്ട നിങ്ങൾ തന്നെ ഞെട്ടും. അമ്മ എടുത്താലോ? നല്ല മണമുണ്ടല്ലോ അമ്മ, നല്ല മണമുണ്ടല്ലോ. നല്ല മണം വരുന്നുണ്ട്. വെന്തൂലമ്മ? അതെന്താന്നാ നമ്മളെ മീന് ചാറ് തിളച്ചിട്ടിടുമ്പോഴേ ചാറ് ഒന്നും കൂടി കട്ടിക്കാവും. അപ്പൊ മീനൊക്കെ ഇടുമ്പോ അത് മീന് വെന്ത് വരാനുള്ളത് അപ്പോഴേക്കും നല്ലോണം കുറുക്കും. അപ്പൊ ചാറ് മീൻ ഇതിൽ വെക്കുമ്പോ മീനും വേവും ചാറും വെറ്റും അല്ലെ? ഇപ്പൊ നല്ല ചാറിനായാലും കുറച്ചൊരു കട്ടിയായിട്ടുണ്ട്. അത്ര അങ്ങോട്ട് വെള്ളമൊന്നുമല്ല അല്ലേ? ഒന്നും കൂടി വെറ്റണം. ഒന്നുകൂടി വെട്ടണം. ഓക്കെ. അപ്പൊ വറ്റണവരെ നമ്മള് കാത്തിക്കണ? കാത്തൊന്നും ഇത് വറ്റോ തുറന്നു വെക്കണം. ഇനി അടച്ചു വെക്കാൻ പാടില്ല. അപ്പൊ അതിന്റെ വേർപ്പും കൂടി ആകുമ്പോ ചാറ് പോകും.
നമുക്കിപ്പോ ഇത്ര ചാറ് വേണ്ട. ഇത്തിരി ചാറ് ശരിക്കും പറഞ്ഞ ഒരു സ്ട്രോങ് ഉണ്ടാവൂലേ ചാറ്, മിളക് ചാറ് എന്ന് ചാറ് എന്ന് പറയുമ്പോ ഒരു തരി മതി, സ്ട്രോങ് ആയിരിക്കും. മറ്റേ 15 ചോറ് വയ്ക്കാം. പക്ഷെ നമ്മള് കൂടുതലും മുളകിടില്ല. പക്ഷെ ചൂട മുളകിട്ട് തന്നെ വെക്കുക. എന്താ ശരി. അപ്പൊ ഉമ്മ പറഞ്ഞതും ഞാൻ പറഞ്ഞതും നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. മിളക് ചാറാണ് ഇന്ന് വെക്കുന്നത്. ഇവിടെ മിളക് ചാറെന്ന് പറയും. ഇനി പല സ്ഥലത്തും വേറെ വേറെ പറഞ്ഞുകൊണ്ടാണ് എങ്ങനെ പറയുന്നത്. വേറെ ഒന്നും നല്ല സ്ട്രോങ് ഉണ്ട്. കാരണം അറിയാം ഇങ്ങനത്തെ കറികളൊക്കെ കുറച്ചെടുത്താൽ മതി, നമുക്ക് കുറെ ചോറിനാം. അപ്പൊ നോർമലി ഉമ്മ ഈ കറി വെച്ചിട്ട് കുറെ ആയി. അപ്പൊ ഞാനാ പറഞ്ഞു എന്നാ പിന്നെ നമുക്കൊരു വീഡിയോ എടുത്താലോ ഉമ്മാന്ന്. പിന്നെ പോരാത്തതിന് എന്താ മീമിന്റെ പേര്? ചൂട. ഇവിടെ ചൂടാന്നാ പറയല്. അപ്പൊ ഇതാണ് നമ്മളുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇതിപ്പോ ആയി, ഏകദേശമായി. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് പറ്റിയാൽ മാത്രം കറി റെഡി. അപ്പൊ ഇത് നിങ്ങളുടെ വീട്ടില് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാ. ഇല്ലെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യാ, അടിപൊളിയാണ്. ഇത് തേങ്ങാപ്പാല് ഒഴിച്ച് വെക്കാൻ പറ്റുമോ? പറ്റില്ല. തേങ്ങാപ്പാല് ഒഴിച്ച് ചിലര് വെക്കും. ചിലർക്ക് മുളക് ചാറ് പറ്റാത്തവർക്ക് തേങ്ങ അരച്ച് വെക്കും. പാലൊന്നും എടുക്കാൻ പാലെടുത്ത് വെക്കുന്ന മീനല്ല അത്. മുളകിട്ട് വെക്കുന്ന മീനാ. മാന്തള്, കുഞ്ഞൻ ചാള, ചൂട ഒക്കെ മുളക് തന്നെ ഇട്ട് വെക്കുക. പക്ഷെ ഇവിടെ മുളകിട്ട് വെച്ചാലും ഉപ്പാക്കായാലും ആർക്കായാലും 2 പ്രാവശ്യം കൂട്ടിയ വയറുവേദന എടുക്കും. അത് കാരണം മുളക് ചാറ് വെക്കാറില്ല. മുളക് ചാറാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഒരുപാട് പേര് പറയുന്നത് നമ്മുടെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന്. നിങ്ങൾ ആ ബെൽ ബട്ടൺ ഉണ്ടല്ലോ, അതിലൊന്ന് ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി ഉണ്ട്, അതൊന്ന് കൊടുക്കുക. അപ്പോൾ ഇനിയും നല്ല വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബായ്. ഒരു ബായ് പറയൂ. ഉമ്മ വീഡിയോക്ക് മുന്നിൽ വന്നിട്ടില്ല കേട്ടാ. അത് രാവിലെ തൊട്ട് ഉമ്മക്ക് പണിയായിരുന്നു, പിന്നെ മഴ അത് ഇത്. അപ്പൊ ഉമ്മ എന്താ പറയാ, നിസ്കാരമൊക്കെ കഴിഞ്ഞാലും ഉമ്മ ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞാലും ഉമ്മ റെഡി ആവുള്ളൂ. അപ്പൊ അതിന് പകരം ഉമ്മനെ വീഡിയോയിൽ പെടുത്തിയിട്ടില്ല ഞാൻ, നിങ്ങളും. എല്ലാവർക്കും ബായ്. ബൈ. എല്ലാരും കാണണം നമ്മുടെ മുളക് ചാറിന്. നിങ്ങളെ അഭിപ്രായം പറയണം. എൻ്റെ അതിൽ വല്ല കുറവ് ഇങ്ങനെയല്ല അങ്ങനെയാണെങ്കിൽ എങ്ങനെയായാലും അഭിപ്രായം പറയണം. എൻ്റെ രീതിയിൽ ഞാൻ വെച്ചു, നിങ്ങളെ രീതിയിൽ എങ്ങനെയാന്ന് എനിക്ക് അറിയിക്കണം.